എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ തേങ്ങാപ്പാലൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി അച്ചപ്പം ഉണ്ടാക്കിയെടുക്കണമെന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തുക. ഇതാ അരിപ്പൊടി. ഇത് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയായിട്ട് എടുത്തത്. അരി പൊടിച്ചതല്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടണേ അതോ കടയിൽ നിന്ന് കിട്ടണയൊക്കെ അരി പൊടിച്ചിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇതാ പൊടിയാണിത്. ഇനി ഒരു 4 സ്പൂൺ. ഇതെന്ന് വെച്ചാൽ ഈ അരിപ്പൊടി എന്ന് വെച്ചാൽ 2 ഗ്ലാസ്. നമ്മൾ സാധാരണ നോർമൽ ഗ്ലാസ്സില്ലേ വെള്ളം കുടിക്കണ നോർമൽ ഗ്ലാസ്സിന് 2 ഗ്ലാസ്. ഇനി ഒരു 4 സ്പൂൺ പഞ്ചസാര. ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ്. അപ്പോൾ ഞാൻ ഇവിടെ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജാറിലേക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി ഞാനിട്ട് കൊടുത്തു. പഞ്ചസാര ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം കേട്ടോ. കൂടുതൽ മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇനി ഞാൻ ചേർക്കണത് ഒരു മുട്ട, ഫുൾ മുട്ട ചേർക്കാം കേട്ടോ. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണേ. നമുക്കല്ലാണ്ട് പാത്രത്തിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ഏറ്റവും എളുപ്പം ഇതാട്ടോ. ഞാനിതിലേക്ക് കുറച്ച് പാല്, പശുവിൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. ബാറ്റർ ഒത്തിരി ലൂസായി പോകരുത്, അതനുസരിച്ച് എടുക്കാമോളൂ കേട്ടോ. നമ്മുടെ മാവ് ഏകദേശം ഒരു ദോശയുടെ ബാറ്ററില്ലേ അതിനേക്കാളും അല്പം കൂടി ലൂസായിട്ടിരിക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ അച്ചപ്പൊക്കെ പെർഫെക്റ്റ് ആയി വരുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ഞാൻ ഒഴിച്ച് കാണിക്കാവേ. കണ്ടോ, കറക്റ്റ് കൺസിസ്റ്റൻസിയാണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ ബാറ്റർ റെഡി ആക്കുന്നതിന് മുമ്പ് തന്നെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചും കൂടെ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എണ്ണയിൽ മുക്കി വെക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണില്ല, ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുവാണേ. അപ്പോൾ തേങ്ങാപ്പാലില്ലാന്ന് ഓർത്ത് ആരും അച്ചപ്പം ഉണ്ടാക്കാണ്ടിരിക്കണ്ട. തേങ്ങാപ്പാൽ ഇല്ലാണ്ട് തന്നെ ഇപ്പം അച്ചപ്പം ഉണ്ടാക്കിയെടുക്കണം കാണാം കേട്ടോ. അതുപോലെ തന്നെ മുട്ട കഴിക്കാൻ മേലാത്തവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മുട്ട ചേർക്കാണ്ട് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ പിന്നീട് ഒരിക്കൽ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത് പാനൊക്കെ നന്നായിട്ട് ചൂടാക്കി. ഞാൻ ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എണ്ണ ഒഴിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചൊക്കെ എണ്ണ കിടന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തിളച്ചിട്ടാണ്, എണ്ണ തിളച്ചിട്ടാണ് നമ്മുടെ ബാറ്റർ ഇടാമുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ അച്ചും നന്നായിട്ട് ചൂടായി വന്നു കേട്ടോ. പിന്നെ ഈ അച്ച് മുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഫുള്ള് മുക്കരുത്, ഒരു 1/4 ഭാഗം മാത്രമാണ് മുക്കാമുള്ളൂ. ഇതാ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. അത് നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം. ഇടയ്ക്കിടയ്ക്ക് ഇതെടുക്കണതിന്, അച്ച് മുക്കണതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ അടിയിൽ ഊറി കിടക്കുവേ. അപ്പം അച്ചപ്പം അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ അച്ചൊക്കെ നന്നായിട്ട് നമ്മുടെ ഇതാണ്ടോ അച്ചേന്നൊക്കെ വിട്ട് പോന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ. പാനിൽ ഒരെണ്ണാട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ അത്യാവശ്യം ഓക്കെ ആയി വന്നാൽ വലിയ പാത്രത്തിൽ എണ്ണ ഒഴിച്ചാൽ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. ഫ്ലെയിം കുറച്ചിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വീണ്ടും ഇത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം. ഉണ്ടോ, പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ വിട്ടു പോകാറുണ്ട് കേട്ടോ. ഈ എണ്ണ തന്നെ ഇത് മുക്കി വയ്ക്കാം. അതെ, അച്ചെടുത്തു. നമ്മുടെ മാവിലൊരു 1/4 ഭാഗം മുക്കി. കണ്ടോ, ഞൊട്ടിയിടയിൽ നമ്മുടെ അച്ഛന്ന് വിട്ടുപോകാനുണ്ടോ. ഇത് ഇവിടെ മുക്കി വെക്കാൻ സ്പേസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഏകദേശം ആയിട്ടാണ് മുക്കി വെക്കണുള്ളൂ. അച്ചപ്പം എടുക്കാറായി കണ്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ.
സൂപ്പർ ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, അടിപൊളിയാട്ടോ. പാകത്തിന് മധുരമുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയണത് കണ്ടോ, ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഞാനിവിടെ 2 അടുപ്പിലും ഞാൻ ഒരു ചെറിയ ആദ്യമായിട്ട് ഉണ്ടാക്കണവരൊക്കെയാണ്. ഞാൻ ആദ്യമായിട്ടെല്ലാം ഉണ്ടാക്കണേ, എന്നാലും ഞാൻ ഒരു ചെറിയ ഇതിലാട്ടോ ഉണ്ടാക്കി, കുറച്ചല്ലേ ഉള്ളൂ. ഒരു ചെറിയ പാൻ വെക്കുക, എന്നിട്ട് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാൻ പാകത്തിന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പം വേറൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണയെടുത്ത് നമ്മുടെ അച്ച് മുക്കിയിടാനും, ഇത് ചെറിയ പാത്രമൊക്കെ ആകുമ്പോൾ രണ്ടിലും കൂടെ അച്ചപ്പവും അച്ചും മുക്കിയിടാനും കൂടെ സ്പേസ് കിട്ടിയിരിക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തേക്കണം കേട്ടോ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. വർത്താനം പറഞ്ഞത് കഞ്ഞി വന്നോളാം കേട്ടോ. ഇത് വേറെ എങ്ങോടെങ്കിലും ഇട്ടിട്ട് പോയാൽ പാകം തെറ്റും കേട്ടോ. കണ്ടോ, അപ്പൊ നമ്മുടെ അച്ചപ്പം കണ്ടോ? ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചാലല്ലേ. കണ്ടോ, ആണോ? പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ക്രിസ്പി സോഫ്റ്റ്നെസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കി തീർക്കണതിന് മുമ്പ് ഒന്ന് കാണിച്ചു തന്നത് നമ്മുടെ ഏട്ടൻകുട്ടൻ വന്നിട്ടുണ്ട്. അപ്പം തന്നെ അത് കാലിയാവും. അപ്പോൾ പിന്നെ എനിക്കിത് കാണിക്കാൻ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. അപ്പം അച്ചപ്പം ശരിയാവില്ല, അത് പേടിയുള്ളവരും ഉണ്ടാക്കാൻ പേടിയുള്ളവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിൽക്കണ്ട, എന്നാ എൻ്റെ കൊച്ചു എണീറ്റ് വന്ന് ഉറക്കാറില്ലേ, ഉറക്കം കഴിഞ്ഞ് എണീറ്റു. എന്നാ വേണ്ടേ അമ്മ, എന്നെ ഉണ്ടാക്കണേ അറിയോ? എന്നെ വേണോ? എന്നാ ഇതിന്റെ പേരെന്നാ? അച്ചപ്പം. അച്ചപ്പത്തിന്റെ മണം കിട്ടിയോ ഉറങ്ങിപ്പേ? അതാണ് ഓടി എണീറ്റ് വന്നത്. ഇവിടെ നോക്കുന്നേ, മണം കിട്ടിയായിരുന്നോ? അല്ലേ, പിന്നെ നേരത്തെ എണീറ്റേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ അച്ചപ്പൊക്കെ ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും വീഡിയോസ് ഞാൻ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്താൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും ബൈ ബൈ.